ചെങ്കോട്ട സ്ഫോടനത്തിൽ കസ്റ്റഡിയിലെടുത്തവർ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഒരേ സമയം വൻ സ്ഫോടന പരമ്പരയ്ക്ക് പദ്ധതിയിട്ടിരുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഭീകരസംഘം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏകോപിത സ്ഫോടനങ്ങൾ നടത്താനായി പദ്ധതിയിട്ടിരുന്നതായും ഇതിനായി സ്ഫോടക വസ്തുക്കൾ നിറച്ച 32 പഴയ വാഹനങ്ങൾ തയ്യാറാക്കാൻ ലക്ഷ്യമിട്ടിരുന്നതായിട്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ആദ്യഘട്ടത്തിൽ ഒരേ സമയം 4 നഗരങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതിയിട്ടു. 2 പേരടങ്ങുന്ന 4 സംഘങ്ങളായി സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ ശ്രമം. ഇതിനായി സിഗ്നൽ ആപ്പിൽ ഗ്രൂപ്പുണ്ടാക്കിയായിരുന്നു ആശയവിനിമയമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സമാന സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ട ഇവർ കൂടുതൽ വാഹനങ്ങൾ വാങ്ങിയിരുന്നോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. i20 എക്കോസ്പോർട്ട് കാറുകൾക്ക് പുറമെ 2 വാഹനങ്ങൾ കൂടി കസ്റ്റഡിയിലെടുത്തവർ വാങ്ങിയെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ഇവയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് വലിയ ആക്രമണങ്ങൾക്ക് പദ്ധതി ഇട്ടിരുന്നതായിട്ടാണ് നിഗമനം. ഇവർ വാങ്ങിയെന്ന് സംശയിക്കുന്ന 2 കാറുകൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരു i20, ഒരു എക്കോസ്പോർട്ട് എന്നീ വാഹനങ്ങളിൽ പ്രതികൾ മാറ്റം വരുത്താൻ ശ്രമങ്ങൾ ആരംഭിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. സ്ഫോടന പരമ്പര നടത്താനുള്ള വിശാലമായ പദ്ധതിയുടെ ഭാഗമായി സമാന രീതിയിൽ മറ്റു വാഹനങ്ങൾ തയ്യാറാക്കുന്നുണ്ടോ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. 4 സ്ഥലങ്ങളിൽ ഏകോപിത സ്ഫോടനങ്ങൾ നടത്താനായി 8 പ്രതികൾ തയ്യാറെടുത്തിരുന്നതായും 2 പേരുടെ ഓരോ സംഘത്തിനും ഓരോ നഗരത്തെ ലക്ഷ്യം വയ്ക്കാൻ നിർദ്ദേശം ലഭിച്ചിരുന്നതായും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് NIA റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രതികൾ 20 ലക്ഷം രൂപയോളം പണമായി സമാഹരിക്കുകയും പ്രവർത്തന ചെലവുകൾക്കായി ഉമറിന് കൈമാറുകയും ചെയ്തതായി വൃത്തങ്ങൾ വെളിപ്പെടുത്തി. IEDകൾ നിർമ്മിക്കുന്നതിനായി ഗുരുഗ്രാം, നൂഹ് പ്രദേശങ്ങളിൽ നിന്ന് 3 ലക്ഷം രൂപ വില മതിക്കുന്ന 20 ക്വിന്റലിലധികം NPK വളം, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുടെ മിശ്രിതമാണ് NPK വളം. ഇത് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഇത് വാങ്ങാൻ പണം ഉപയോഗിച്ചതായിട്ടാണ് വിവരം. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഒരു സിഗ്നൽ ആപ്പ് ഗ്രൂപ്പ് ഉമർ ഉണ്ടാക്കിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾ ഭാവിയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി സംശയിക്കുന്നതിനാൽ അന്വേഷണ ഏജൻസികൾ ഈ ശൃംഖലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അതേസമയം ഡൽഹി സ്ഫോടന കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമറുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ചുവന്ന എക്കോസ്പോർട്ട് ഫരീദാബാദ് പോലീസ് ബുധനാഴ്ച പിടിച്ചെടുത്തു. ഖന്നാവാലി ഗ്രാമത്തിന് സമീപം പാർക്ക് ചെയ്ത നിലയിലാണ് വാഹനം കണ്ടെത്തിയിട്ടുള്ളത്. ഈ കാർ സ്ഫോടക വസ്തുക്കൾ കടത്താൻ ഉപയോഗിച്ചു എന്നാണ് സൂചന. അമോണിയം നൈട്രേറ്റ് കടത്താൻ ഈ കാർ ഉപയോഗിച്ചു എന്നാണ് സൂചന. അതേസമയം സ്ഫോടനത്തിന് മുൻപ് ഉമർ ഓൾഡ് ഡൽഹിയിൽ എത്തിയിരുന്നതായി വിവരം കിട്ടി.